ഇത്രയും കാലം നമ്മൾ ചരിത്രത്തിൽ ഗാന്ധിയെ ഓർത്തിരുന്നത് എങ്ങനെയാണ്? അഹിംസയെപ്പറ്റി, നമ്മുടെ അഭിമാനകരമായ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി, വലിയ ത്യാഗത്തെപ്പറ്റി, സത്യാഗ്രഹത്തെപ്പറ്റി, അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് ഗാന്ധിയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിനെതിരെ തോക്കില്ലാതെ, വാളില്ലാതെ, ഒരായുധവും കയ്യിലില്ലാതെ അഹിംസയെ ആയുധമാക്കി പാറ പോലെ ഉറച്ചു നിന്നൊരു മനുഷ്യനെ പറ്റിയാണ്. പക്ഷെ ഇപ്പൊ നോക്കിയേ, ഗാന്ധിയെ ചരിത്രത്തിലെ ഒരു വില്ലനായിട്ട് അവതരിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഗാന്ധി എങ്ങനെ മരിച്ചേ? എന്തായാലും വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിൽ ദീർഘനാളായി അഡ്മിറ്റായി കിടന്ന് മരിക്കുകയായിരുന്നില്ല. ഗാന്ധിജിയെ വെടിവെച്ചു വന്നതാണ്. 1948 ജനുവരി 30 ഗാന്ധിയെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമം. ചരിത്രം അതിനു മുമ്പേ തുടങ്ങും. ഗാന്ധിയെ വധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ചരിത്രം 1934 ജൂൺ മാസം 25 പൂനെയിൽ ഹരിജന യാത്രയുടെ ഭാഗമായിട്ട് ഗാന്ധിജി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോയിരുന്നു. ഗാന്ധിജിയും കസ്തൂർഭായും സഞ്ചരിച്ചിരുന്ന കാർ, ആ കാറിന് നേരെ ബോംബെറിഞ്ഞു. ഒരു ലെവൽ ക്രോസിൽ ഈ കാർ താമസിച്ചതുകൊണ്ട് എറിഞ്ഞ ബോംബ് ഗാന്ധിയുടെ കാറിനല്ല കൊണ്ടത്, മറ്റൊരു കാറിനാണ്. ആ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരുപാട് നിരപരാധികളായ മനുഷ്യർക്ക് പരിക്കുപറ്റി. പക്ഷേ ആ വധശ്രമത്തിൽ നിന്ന് ഗാന്ധി രക്ഷപ്പെട്ടു. പിന്നീട് 1944 ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമമുണ്ടായി. ഇതാരാണ് ഈ ആക്രമിച്ചതെന്നറിയോ? ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടുകളോട് അസഹിഷ്ണുത പുലർത്തിയിരുന്ന ചില ഹിന്ദു ദേശീയവാദികളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അന്നത്തെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അന്നത്തെ ആക്രമണത്തിൽ നിന്നും ഗാന്ധി രക്ഷപ്പെട്ടു. അതുകൊണ്ട് വിട്ടോ? ഇല്ല. 1946 ഗാന്ധി സഞ്ചരിച്ചിരുന്ന ട്രെയിൻ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. പാളത്തിൽ തടസ്സം സൃഷ്ടിച്ച് ആ ട്രെയിൻ അപകടത്തിലാക്കി ഗാന്ധിയെ കൊല്ലുക എന്നുള്ളതായിരുന്നു പദ്ധതി. നിസ്സാര കാര്യമല്ല കേട്ടോ. പക്ഷേ ആ ട്രെയിൻ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ആ ഉദ്യമം സഫലമായില്ല. ഗാന്ധി രക്ഷപ്പെട്ടു. 1948 ജനുവരി 20 ഡൽഹിയിലെ ബിർള മന്ദിറിൽ ഗാന്ധിജിയുടെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ സ്ഫോടനം നടത്തി. അന്നും ഗാന്ധിയെ വധിക്കാൻ ശ്രമം ഉണ്ടായി. ആ ബോംബ് സ്ഫോടനവും പരാജയപ്പെട്ടു. ഗാന്ധി രക്ഷപ്പെട്ടു. എന്നാൽ ഈ ഗൂഢാലോചന അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. 10 ദിവസം കഴിഞ്ഞ് 1948 ജനുവരി 30 വൈകുന്നേരം ബിർള ഹൗസിലെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് ഗാന്ധി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ സന്ധ്യയിൽ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ ഓടി മുമ്പോട്ട് വന്നു. അയാളുടെ പേരെന്തായിരുന്നറിയോ? നാഥുറാം ഗോഡ്സെ. ഗാന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചു. ഒരു തവണയൊന്നും ആയിരുന്നില്ല വെടിവെച്ചത്, 3 തവണ വെടിവെച്ചു. ഗാന്ധി നിലത്ത് വീണു. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ ഒന്നാണ് ആ നിമിഷം. അഹിംസയെ ജീവിതവ്രതമാക്കിയ ഒരു വന്യവയോധികൻ വെടിയുണ്ടയേറ്റ് വീണ ദാരുണ സംഭവം. പിന്നീട് നടന്ന വിചാരണയിൽ നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തെയും ശിക്ഷിക്കപ്പെട്ടു. ഇവർ രണ്ടുപേരും 1949 നവംബർ 15 വധശിക്ഷയ്ക്ക് വിധേയരായി. പക്ഷെ ഒരു ചോദ്യം അവസാനം, ഗാന്ധിയെ കൊന്നതുകൊണ്ട് ഗാന്ധി ഇല്ലാതായോ? ഇല്ല. ഒരു മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ വെടിവെച്ചില്ല. പക്ഷേ ഉന്നത ആദർശങ്ങൾ പുലർത്തുന്ന മനുഷ്യർ, അവർ ലോകത്തിന് നൽകിയ ആശയങ്ങളെ ഒരാൾക്കും നശിപ്പിക്കാൻ കഴിയില്ല. ഒരു വെടിയുണ്ടയ്ക്ക് വേണമെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തെ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ആ ആൾ മുന്നോട്ട് വെച്ച അഹിംസാ സിദ്ധാന്തത്തെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. സത്യത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യത്വം എന്ന് പറയുന്നുണ്ടല്ലോ, അതിനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഗാന്ധിയെ കൊന്നവർക്ക് ഗാന്ധിയുടെ ശരീരം ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ ഗാന്ധി പ്രതിദാനം ചെയ്ത ആശയങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് വധിക്കപ്പെട്ട ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രം ജീവിക്കുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്.